ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒബാമയുടെ കാലത്ത് നിർമ്മിച്ച കാഡിലാക് 1-ൽ നിന്നും പുതിയ ബീസ്റ്റിലേക്ക് കൂടുമാറി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ജനറൽ മോട്ടോഴ്സ് നിർമ്മിച്ചു നൽകിയ പുതിയ ബീസ്റ്റ് പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായത് കഴിഞ്ഞ ദിവസമാണ്. 2015 നിർമ്മിച്ച കാഡിലാക് 1-ൽ നിന്നും കാലികമായ മാറ്റങ്ങളോടെ ഏറ്റവും നൂതനമായ ടെക്നോളജിയിലാണ് പുതിയ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാമുള്ള ബീസ്റ്റ് അടുത്തിടെ പുറത്തിറങ്ങിയ റഷ്യൻ പ്രധാനമന്ത്രിയുടെ വാഹനത്തെ കടത്തിവിട്ടും. ബാലിസ്റ്റിക് IED രാസായുധ ആക്രമണങ്ങളെല്ലാം ചെറുക്കാൻ പാകത്തിലുള്ളതാണ് ബീസ്റ്റിന്റെ നിർമ്മാണം. ജനറൽ മോട്ടോഴ്സിന്റെ മീഡിയം ഡ്യൂട്ടി ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന വാഹനത്തിൽ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 3 കാറുകൾ നിർമ്മിക്കാനുള്ള കരാറാണ് ജനറൽ മോട്ടോഴ്സിന് ലഭിച്ചത്. ജനറൽ മോട്ടോഴ്സ് $15.8 മില്യൺ പ്രസിഡന്റിനുള്ള ലിമോസിൻ കാറുകളുടെ കരാർ സ്വന്തമാക്കിയത്. അതിനൂതന വാർത്താവിനിമയ സംവിധാനവും അടിയന്തര ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കവചിത ഇന്ധന ടാങ്കും സുരക്ഷിതമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരിട്ട് വെടിയേറ്റാലും തീ പിടിക്കാതിരിക്കാനായി പ്രത്യേക ഫോം ഇതിൽ നിറച്ചിട്ടുണ്ട്. ബോട്ടിലും ഓക്സിജൻ സംവിധാനവും തീപിടുത്തത്തെ ചെറുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പിന്നിൽ 4 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പ്രസിഡന്റിന്റെ സീറ്റിന്റെ സമീപം സാറ്റലൈറ്റ് ഫോണും വൈസ് പ്രസിഡന്റുമായും പെന്റഗണുമായി നേരിട്ട് സംസാരിക്കാനുള്ള ലൈനും സജ്ജമാണ്. കാറിന്റെ മുൻഭാഗത്ത് പ്രത്യേക അറകളിൽ രാത്രി കാണാൻ കഴിയുന്ന ക്യാമറകളും ചെറുതോക്കുകളും ടിയർ ഗ്യാസും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനായി പ്രസിഡന്റിന്റെ രക്തവും സൂക്ഷിച്ചിട്ടുണ്ട്. ടയർ പൊട്ടിയാലും ഓടിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ സ്റ്റീൽ റിമുകളും ടയറിൽ ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചറാകാത്ത തരത്തിലുള്ള ടയറുകളാണിവ. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേകം പരിശീലനം നൽകിയ ഡ്രൈവർമാരാകും പ്രസിഡന്റിനെ അനുഗമിക്കുക. 180 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ചു വരെ കാറുമായി രക്ഷപ്പെടാനുള്ള പരിശീലനം ഇവർക്ക് നൽകിയിട്ടുണ്ട്. വിൻഡോകൾ എല്ലാം ബുള്ളറ്റ് പ്രൂഫുകളാണ്. ഡ്രൈവറുടെ ഡാഷ്ബോർഡിൽ വാർത്താവിനിമയ സംവിധാനവും GPS ട്രാക്കിംഗ് സിസ്റ്റവും ഉണ്ടാകും. 5 ഇഞ്ച് കനമുള്ള ഡിവൽ ഹാൻഡസ് സ്റ്റീലും അലൂമിനിയം ടൈറ്റാനിയവും സെറാമിക്കും ചേർന്നാണ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. 2001 അധികാരത്തിലെത്തിയ ജോർജ് ബുഷാണ് ബീസ്റ്റിൽ ആദ്യമായി യാത്ര ചെയ്യുന്ന രാഷ്ട്രത്തലവൻ. വിപണിയിലുള്ള കാറുകൾക്ക് മോഡിഫിക്കേഷൻ വരുത്തിയാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ 2001 പ്രസിഡന്റിന് വേണ്ടി ജനറൽ മോട്ടോഴ്സ് പ്രത്യേകം നിർമ്മിച്ച കാറാണ് ബീസ്റ്റ്.